ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഈ ഒരു വീഡിയോ ക്രോഷ്യ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പം നിങ്ങൾക്കിതിൽ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് പോവാം. പക്ഷേ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരിലേക്ക് നിങ്ങൾക്ക് അറിയുന്നവരുണ്ട് അതിൽ അവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അത് അവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും. കാരണം ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം ഞാനൊരു വീഡിയോ ഒരു 3-4 മാസം മുന്നേ ഞാനൊരു എൻ്റെ പാഷൻ അതുപോലെ ക്രോഷ്യയാണ് പിന്നെ ഞാൻ ചെയ്ത കുറേ പ്രോഡക്റ്റ്സ് ഒക്കെ വെച്ച് ഒരു വീഡിയോ ചെയ്തിട്ട് ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരുപാട് കമൻറ്റ്സ് വന്നു. ഒരുപാട് പേർക്ക് ക്രോഷ്യ ഇഷ്ടമാണെന്ന് ഞാൻ അറിഞ്ഞു കേട്ടോ. അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷം. അപ്പം എല്ലാവർക്കും പഠിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ക്രോഷ്യയുടെ ഒരു വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ അതിലെ കമൻറ്റ്സിൽ ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴും കമൻറ്റുകൾ അതിൻ്റെ അകത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ ആയിട്ട് ചെയ്താൽ ഇപ്പം ക്രോഷ്യ ഇത് താല്പര്യമുള്ളവർക്കും കൂടെ അതൊരു ഉപകാരമാവുമല്ലോ. കമൻറ്റ് ചെയ്തവരല്ലാത്തവർക്കും കൂടെ എത്തുമല്ലോ. അതുകൊണ്ട് ഞാനതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഓക്കെ. അപ്പോൾ മെയിനായിട്ടുള്ള അവരുടെ ഫസ്റ്റ് എല്ലാവർക്കും ഉള്ളൊരു ക്വസ്റ്റ്യൻ തന്നെ എവിടെ നിന്നാണ് ഈ യാണ് വാങ്ങിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ. അപ്പം ഞാനിവിടെ കുറച്ച് ഞാൻ അൺബോക്സ് ചെയ്തിട്ട് ഞാനൊരു കവറ് ഊരിയിട്ടുണ്ട്. തുറന്ന് പുറത്തോട്ടൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ യാണ് അൺബോക്സിങ്ങും കൂടെ ഇതിൻ്റെ കൂടെ നമ്മൾ ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഞാൻ മെയിനായിട്ട് വാങ്ങിക്കുക ഓൺലൈനിൽ തന്നെയാണ് കേട്ടോ. ഓഫ്ലൈൻ ഞാൻ പ്രിഫർ ചെയ്യാറില്ല. കാരണം ഇവിടുന്ന് എനിക്ക് ഒരുപാട് ദൂരം പോകണം. പിന്നെ സ്റ്റോറിൽ പോയി നോക്കിയപ്പോൾ എനിക്ക് വേർത്തല്ല. ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടാണ് അവർ നമുക്ക് ഓൺലൈനിലാകുമ്പോൾ കുറച്ചൊരു ഓഫറുകളൊക്കെ കിട്ടും. സ്റ്റോറിൽ പോകുമ്പോൾ അവർ ഫുൾ പ്രൈസ് എടുക്കും. അതിൻ്റെ സ്റ്റിക്കർ അതിൽ എന്താ പറയുക ആ യാൺ ബോളിൽ എത്ര അവർ പ്രിൻ്റ് ചെയ്തിരിക്കുന്നത് അത് ഫുൾ അവരെടുക്കും. അപ്പോൾ ഞാനിപ്പോൾ ഓൺലൈനിൽ തന്നെ പർച്ചേസ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് മാജിക് നീഡിൽസിനാണ്. ഇപ്പം ഞാൻ അധികം അതിൽ നിന്നാണ് വാങ്ങിക്കാറ്. മുന്നേ ഞാൻ വാങ്ങിച്ചുകൊണ്ടിരുന്നത് പ്രധാൻ എംബ്രോയിഡറി സ്റ്റോർസ്, അത് മുംബൈയിലാണ്. അത് ഓൺലൈനിൽ വാങ്ങിക്കുക. ഞാൻ വർഷങ്ങളായിട്ട് കുറേ വർഷം 7-8 വർഷം മുന്നേ ഞാൻ അതിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു കേട്ടോ. അവരുടെ അടുത്ത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഡിഫറെൻറ്റ് റേഞ്ചിൽ നമുക്ക് നോക്കി സെലക്ട് ചെയ്തെടുത്താൽ മതി. നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ആണ്. ഒരാഴ്ചക്ക് ഡെലിവറി ടൈം എടുക്കും. ഇതും അതുപോലെ തന്നെയാണ്, ഒരാഴ്ചക്ക് ഡെലിവറി ടൈം എടുക്കും കേട്ടോ. പക്ഷേ നമുക്ക് നല്ല നൂലുകളൊക്കെ കിട്ടും. നല്ല ഡിഫറെൻറ്റ് കളേഴ്സും എല്ലാം നല്ല നല്ല ക്വാളിറ്റിയാണ് തന്നെയാണ്. ക്വാളിറ്റിയിലൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല. ധൈര്യമായിട്ട് വാങ്ങിക്കാം. അപ്പം ഞാൻ പറഞ്ഞാൽ ഒന്ന് പ്രധാന എംബ്രോയിഡറി സ്റ്റോർസ്, പിന്നെ മാജിക് നീഡിൽസ്, പിന്നെ പോണി ക്രാഫ്റ്റ് സ്റ്റോർ ഉണ്ട്. അതിൽ നിന്നൊക്കെ വാങ്ങിക്കാം. ഞാൻ ഇതിൽ നിന്നൊക്കെയാണ് മെയിനായിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. വേറെയും ഉണ്ട്, നിങ്ങൾക്ക് സെർച്ച് ഇതൊക്കെ കിട്ടും. പക്ഷേ എനിക്ക് നല്ല നല്ല പാക്കേജിങ് ഞാൻ ഇതുവരെ വാങ്ങിച്ചതൊക്കെ നല്ല പാക്കേജിങ്, നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു നൂലിനൊരു കുഴപ്പം ഇല്ലാണ്ട് നമ്മളെടുത്തെത്തും കേട്ടോ. ഓക്കെ. അപ്പോൾ ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ പലരും എന്നോട് പറഞ്ഞിരിക്കുന്നത് ട്യൂട്ടോറിയൽ വീഡിയോസ് ഇടുമെന്നാണ്. ഇതിൻ്റെ ബിഗിനേഴ്സ് ആയിട്ടുള്ളവരും ചിലരിത് പഠിപ്പിച്ച് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓൺലൈനിൽ ഇപ്പോൾ ക്ലാസ് എടുക്കുന്നുണ്ട്. അതുപോലെ വർക്ക്ഷോപ്സും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അത് ബാംഗ്ലൂരിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പം നാട്ടിലുള്ളവരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓൺലൈനിൽ ക്ലാസ് വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം, ബിഗിനർ ആണെങ്കിൽ. അല്ലാത്ത അഡ്വാൻസ്ഡ് നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും പെർട്ടിക്കുലർ പ്രോഡക്റ്റ് പഠിക്കണം, ഒരു ഷൂസ് പഠിക്കണം, അല്ലെങ്കിൽ ഒരു ബാഗ് പഠിക്കണം ആണെങ്കിൽ അങ്ങനെ പെർട്ടിക്കുലർ ആയിട്ടും ഞാൻ കസ്റ്റമൈസ് ചെയ്തിട്ടും പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ. അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിച്ചല്ല, അതിൻ്റെ കൂടെ അങ്ങ് വന്നു പോയതാട്ടോ. അപ്പം ഞാനിത് നൂല് ഞാൻ വാങ്ങിയത് മെയിനായിട്ട് വെൽവെറ്റ് യാൺ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കുറേ ഭാഗം ഞാൻ വാങ്ങിച്ചിരിക്കുന്ന വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. യാൺ ഷോർട്ടേജ് വരാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് സ്റ്റോക്ക് ചെയ്യും കേട്ടോ. അങ്ങനെ വാങ്ങിച്ചതാണ് ഇതൊക്കെ. ഹൂക്സ് ഉണ്ട്, ഹൂക്സും യാണും പിന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള യാണുകളൊക്കെ ഞാൻ ഇപ്രാവശ്യം ശനിലെ യാൺ ഒക്കെ ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി വാങ്ങിച്ചു നോക്കിയതാണ്. അപ്പോൾ ട്യൂട്ടോറിയലിനെ പറ്റി പറയുകയാണെങ്കിൽ ട്യൂട്ടോറിയൽ ഞാൻ ഈ ഒരു ചാനലിൽ ട്യൂട്ടോറിയൽ ഇട്ടാൽ അത് നിങ്ങളിലേക്ക് അത് എത്തുമെന്നല്ല. കാരണം യൂട്യൂബിൻ്റെ ഒരു ആൽഗോരിതം അങ്ങനെയാണ്. നമ്മൾ എങ്ങനെ ഇത് വീഡിയോസ് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഓഫ് വ്യൂവേഴ്സിനകത്തേക്ക് അത് അവർ റെക്കമെൻഡേഷൻ ചെയ്യുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലിട്ടാൽ ചിലപ്പോൾ നിങ്ങൾ എന്നെ റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്നവരാണ് നിങ്ങളിലേക്ക് എത്തുമായിരിക്കും. അല്ലാതെ വല്ലപ്പോഴൊക്കെ ഒരു വീഡിയോ കാണുന്നതാണ് ചിലപ്പോൾ നിങ്ങൾക്കത് റെക്കമെൻഡേഷൻ വല്ല നിങ്ങളിലേക്ക് അത് എത്തില്ല. അതുകൊണ്ട് ഞാനത് ഒന്നുകിൽ വേറൊരു ചാനലായിട്ട് ചെയ്യാം. ഞാൻ അതുപോലെ ഷോർട്ട് വീഡിയോൻ്റെ അകത്ത് പറയാം കേട്ടോ. ഞാൻ ചാനലിൽ പേരൊക്കെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ അവിടെ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മതി. പിന്നെ തേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് എല്ലാവരും പറഞ്ഞത് എന്താ, ഞാനതിൽ പറയുന്നുണ്ടായിരുന്നു ഞാനിതൊരു വരുമാന മാർഗമാക്കിയാലോ എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ടെന്ന്. അപ്പം ഞാനിപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം എന്നോട് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു അതിനുള്ള വഴികൾ പറഞ്ഞൊരു ക്രോഷ്യ പ്രോഡക്റ്റ്സ് എങ്ങനെ സെല്ല് ചെയ്യാന്നുള്ളത്. അതിപ്പോൾ ഒരു ചാലഞ്ച് തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ മെയിൻലി പറയാം, നിങ്ങൾ ആദ്യം തന്നെ ചെയ്യണം. നിങ്ങൾ പഠിച്ചു തുടങ്ങിയ പാട് ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് സെയിൽസ് ഒന്നും കിട്ടിക്കൊള്ളില്ല. അപ്പോൾ ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഒരു ഫ്രണ്ട്സ് സർക്കിളിലേക്ക് അവർക്ക് ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുക. ഞാൻ ഇത് പഠിച്ചു, എനിക്കിത് അറിയാം,
നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കഴിവ്, നിങ്ങളൊരു കല പഠിച്ചു എന്നുള്ളത് കുറച്ച് പേരിലേക്ക് അറിയിക്കുക. വാട്സാപ്പ് സ്റ്റാറ്റസ് ഇട്ടിട്ടും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടൊക്കെ നിങ്ങളെ അറിയുന്ന കുറച്ച് ആൾക്കാരിലേക്ക് നിങ്ങൾക്ക് ഇത് അറിയാമെന്നുള്ളത് എത്തിക്കുക. ഓക്കെ. അപ്പം ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കുറേ ലൈക്സ് ഒന്നും ഉണ്ടാവുമെന്നൊന്നും പ്രതീക്ഷിച്ച് ഇടണ്ട. കാരണം എല്ലാവർക്കും ഇത് അവരുടെ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഇതൊന്നും ആയിരിക്കില്ല. പലരും പല ടൈപ്പ് ആൾക്കാരായിരിക്കുമല്ലോ. അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ അവരെ ലൈക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ ആദ്യമേ ലൈക്സ് കിട്ടാത്തതുകൊണ്ട് വലിയ ഡിസപ്പോയിൻറ്റഡ് ആയി പോകുമൊന്നും വേണ്ട. നിങ്ങൾ കീപ്പ് ഓൺ ഡൂയിങ്. ഓക്കെ. അപ്പം എപ്പോഴെങ്കിലും ഇവർക്കൊരു റിക്വയർമെൻറ്റ് ഇതുപോലത്തെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അവരെ നിങ്ങൾ ഓർക്കും. അപ്പം നിങ്ങൾക്ക് എന്നപ്പോൾ ഒരു ഓർഡർ കിട്ടും. ഓക്കെ. അങ്ങനെയൊക്കെയാണ് നമ്മൾ സെയിൽ ഉണ്ടാക്കുന്നത്. പിന്നെ രണ്ടാമത് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ എന്തെങ്കിലും സ്റ്റാളുകളിൽ ഇടാം. നിങ്ങൾക്ക് വല്ല എന്തെങ്കിലും ഒരു ഫെയർ, എന്തെങ്കിലും ഒരു ചെറിയ ഇവൻറ്റുകളൊക്കെ നടക്കുന്ന സ്ഥലത്ത്, ഇപ്പോൾ സ്കൂളിലൊക്കെ ഉണ്ടാവും ചിലപ്പം, അതുപോലെ കോളേജിലൊക്കെ പഠിക്കുന്നതുകൊണ്ട് കോളേജിലൊക്കെ എന്തെങ്കിലും ചെറിയ ഇവൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ചെറിയൊരു സ്റ്റാൾ ഇട്ടിട്ട് നിങ്ങൾക്ക് ചെറിയ കസ്റ്റമേഴ്സിനെയൊക്കെ പിടിക്കാം. അങ്ങനെ ഒരു സെയിൽ ഓപ്ഷനാണ്. പിന്നെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൂടെ സെല് ചെയ്യാം. അത് കുറച്ച് റീച്ച് ആവാൻ കുറച്ച് ടൈമൊക്കെ എടുക്കും. അങ്ങനെയും ചെയ്യാം. ഞാനത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് അതിനെപ്പറ്റി വലിയ കാര്യമായിട്ട് പറയാൻ എനിക്കറിയില്ല. ഞാനിത് ഐ മീൻ ക്രോഷ്യ ഞാൻ ബിഗിനറൊന്നും അല്ല. എനിക്ക് ഓൾമോസ്റ്റ് ഞാൻ 5th സ്റ്റാൻഡേർഡിൽ ഞാൻ സ്കൂളിൽ പഠിച്ചതാണ്. അപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് എത്ര ഇയേഴ്സ് ഉണ്ട്, 25 ഇയേഴ്സ് എബവ് എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് ഓൾമോസ്റ്റ്. പക്ഷെ ഞാൻ ഈ ഒരു ചാനലിലൂടെ ഞാൻ സെല് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ. ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ, ഒരു 5-6 വർഷം, ഒരു 8 വർഷം മുന്നേക്ക് ഞാനിത് നമ്മൾ പേഴ്സണൽ ഓർഡേഴ്സ് എടുത്ത് നമ്മൾ ഫ്രണ്ട് സർക്കിളിലൊക്കെ ഉള്ള ആൾക്കാർ ഇങ്ങനെ ഓർഡേഴ്സ് തന്നിട്ട് ഞാൻ സെല് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ചെറിയ എക്സിബിഷനൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഞാൻ സെല് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഓപ്ഷൻസ് ആണ്. ഇപ്പം ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് കുറച്ചും കൂടെ വൈഡാണ്. അപ്പം നമുക്ക് സെല് ചെയ്യാൻ കുറച്ചും കൂടി ഈസിയാണെന്ന് ഞാൻ പറയും. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് വേറൊരു തേർഡ് പറയുകയാണെങ്കിൽ, അടുത്തൊരു ലാസ്റ്റ് ഓപ്ഷൻ പറയുകയാണെങ്കിൽ, നിങ്ങൾ എക്സ്പേർട്ടാണ്, നിങ്ങൾക്ക് എല്ലാം ചെയ്യാം, നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ഒക്കെ ആയി നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരാൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രോഷ്യ ക്ലാസ്സസ് എടുക്കാം കേട്ടോ. ഓൺലൈനിൽ എടുക്കാം, ഓഫ്ലൈനിൽ ചെയ്യാം, വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യാം. അങ്ങനെ അതൊരു നല്ല ഓപ്ഷനാണ്. നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. അതുപോലെ നമുക്കൊരു ഇൻകം ആവുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ഉണ്ടല്ലോ, അതുപോലെ നിങ്ങൾക്ക് അറിയുന്ന ഫ്രണ്ട്സിനും അതുപോലെ ഇതിൽ ഈ ക്രോഷ്യയിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്കും ഇതുപോലത്തെ ഡൗട്ട്സ് എല്ലാവർക്കും ഉണ്ടാവും, ചെറിയ ചെറിയ ഡൗട്ട്സൊക്കെ. ഇപ്പോൾ ഞാൻ എന്താണ് കുറേ എക്സ്പീരിയൻസ് നിന്നാണ് ഞാൻ ഇതുപോലത്തെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് വലിയ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.